വചനമേ നിത്യജീവന്റെ ആധാരമേ, രക്ഷയേകിടും സത്യമാർഗമേ, എന്റെ ആത്മാവിനാശ്വാസമേ. വചനം വചനം വചനം. ജോഷായുടെ പുസ്തകം 21-ാം അധ്യായം. ലേവായുടെ പിതൃതലവന്മാർ പുരോഹിതനായ എലയാസറിന്റെയും നൂനിന്റെ മകൻ ജോഷയുടെയും ഇസ്രായേലിലെ ഗോത്രങ്ങളുടെ പിതൃതലവന്മാരുടെയും പക്കലെത്തി. കാനാൻ ദേശത്ത് ഷീലോയിൽ വച്ച് അവർ അവരോട് ഇപ്രകാരം പ്രസ്താവിച്ചു: ഞങ്ങൾക്ക് താമസിക്കാൻ പട്ടണങ്ങളും ഞങ്ങളുടെ കന്നുകാലികൾക്ക് അവയുടെ മേച്ചിൽ സ്ഥലങ്ങളും തരുന്നതിന് കർത്താവ് മോശ വഴി കൽപ്പിച്ചിട്ടുള്ളതാണ്. അപ്പോൾ കർത്താവിന്റെ നിർദ്ദേശപ്രകാരം ഇസ്രായേലിയർ തങ്ങളുടെ അവകാശത്തിൽ നിന്ന് ഈ പട്ടണങ്ങളും അവയുടെ മേച്ചിൽ സ്ഥലങ്ങളും ലേവായർക്ക് കൊടുത്തു. കെഹാത്ത് കുടുംബങ്ങൾക്ക് നറുക്ക് വന്നു ചേർന്നു. നറുക്കനുസരിച്ച് ലേവായരിൽ നിന്ന് പുരോഹിതൻ അഹറോന്റെ മക്കൾക്ക് യൂദാ ഗോത്രത്തിൽ നിന്നും ശിമയോൻ ഗോത്രത്തിൽ നിന്നും ബെഞ്ചമിൻ ഗോത്രത്തിൽ നിന്നുമായി 13 നഗരങ്ങൾ ഉണ്ടായിരുന്നു. ശേഷിച്ച കെഹാത്യർക്ക് നറുക്കനുസരിച്ച് എഫ്രായിം ഗോത്ര കുടുംബങ്ങളിൽ നിന്നും ദാൻ ഗോത്രത്തിൽ നിന്നും മനാസയുടെ ഗോത്രപാതിയിൽ നിന്നുമായി 10 പട്ടണങ്ങൾ ലഭിച്ചു. ഗർഷോന്യർക്ക് നറുക്കനുസരിച്ച് ഇസാക്കർ ഗോത്ര കുടുംബങ്ങളിൽ നിന്നും ആഷേർ ഗോത്രത്തിൽ നിന്നും നഫ്താലി ഗോത്രത്തിൽ നിന്നും ബാഷാനിലെ മനാസയുടെ ഗോത്രപാതിയിൽ നിന്നുമായി 13 പട്ടണങ്ങൾ ലഭിച്ചു. മെറാര്യർക്ക് തങ്ങളുടെ കുടുംബങ്ങൾ അനുസരിച്ച് റൂബൻ ഗോത്രത്തിൽ നിന്നും ഗാദ് ഗോത്രത്തിൽ നിന്നും സെബുലൂൺ ഗോത്രത്തിൽ നിന്നുമായി 12 പട്ടണങ്ങൾ ലഭിച്ചു. കർത്താവ് മോശ വഴി കൽപ്പിച്ചതനുസരിച്ച് ഇസ്രായേലിയർ ഈ പട്ടണങ്ങളും അവയുടെ മേച്ചിൽ സ്ഥലങ്ങളും ലേവായർക്ക് നറുക്കിലൂടെ നൽകി. യഹൂദ്യ ഗോത്രത്തിൽ നിന്നും ശിമയോന്യ ഗോത്രത്തിൽ നിന്നും താഴെ പേര് പരാമർശിക്കുന്ന നഗരങ്ങൾ അവർ നൽകിയത് ലേവ്യരിൽപ്പെട്ട കെഹാത്ത് കുടുംബങ്ങളിൽ നിന്ന് അഹ്റോന്യർക്കായിരുന്നു. കാരണം അവർക്കായിരുന്നു ആദ്യത്തെ നറുക്ക്. അവർക്ക് അനാക്കിന്റെ പിതാവായ അർബായുടെ പട്ടണവും അത് തന്നെ യൂദാമലയിലെ ഹെബ്രോൺ അതിനു ചുറ്റുപാടുമുള്ള അതിന്റെ മേച്ചിൽ സ്ഥലവും അവർ നൽകി. എന്നാൽ പട്ടണത്തിന്റെ വയലും ഗ്രാമങ്ങളും യെഫുന്നയുടെ മകനായ കാലബിനായിരുന്നു അവർ അവന്റെ കൈവശ സ്വത്തായി നൽകിയത്. പുരോഹിതനായ അഹ്റോന്റെ മക്കൾക്ക് അവർ കൊടുത്തത് കൊലയാളിയുടെ സങ്കേത നഗരമായ ഹെബ്രോണും അതിന്റെ മേച്ചിൽ സ്ഥലവും, ലിബ്നായും അതിന്റെ മേച്ചിൽ സ്ഥലവും, യത്തീറും അതിന്റെ മേച്ചിൽ സ്ഥലവും, എഷ്തെമോവയും അതിന്റെ മേച്ചിൽ സ്ഥലവും, ഹോലാനും അതിന്റെ മേച്ചിൽ സ്ഥലവും, ദബീറും അതിന്റെ മേച്ചിൽ സ്ഥലവും, ഐനും അതിന്റെ മേച്ചിൽ സ്ഥലവും, യുത്തായും അതിന്റെ മേച്ചിൽ സ്ഥലവും, ബെർഷെമെഷും അതിന്റെ മേച്ചിൽ സ്ഥലവുമായിരുന്നു. 2 ഗോത്രങ്ങളിൽ നിന്ന് 9 പട്ടണങ്ങൾ. കൂടാതെ ബെഞ്ചമിൻ ഗോത്രത്തിൽ നിന്ന് ഗിബയോനും അതിന്റെ മേച്ചിൽ സ്ഥലവും, ഗെബയും അതിന്റെ മേച്ചിൽ സ്ഥലവും, അനാത്തോത്തും അതിന്റെ മേച്ചിൽ സ്ഥലവും, അൽമോനും അതിന്റെ മേച്ചിൽ സ്ഥലവും 4 പട്ടണങ്ങൾ. അഹറോന്യ പുരോഹിതന്മാരുടെ ആകെ പട്ടണങ്ങൾ 13 പട്ടണങ്ങളും അവയുടെ മേച്ചിൽ സ്ഥലങ്ങളുമായിരുന്നു. കെഹാത്യരിൽ നിന്ന് ശേഷിക്കുന്ന ലേവായരായ കെഹാത്യരുടെ കുടുംബങ്ങൾക്ക് തങ്ങളുടെ ഓഹരി നഗരങ്ങൾ എഫ്രായിം ഗോത്രത്തിൽ നിന്നായിരുന്നു. അവർക്ക് അവർ കൊടുത്തത് കൊലയാളിയുടെ സങ്കേത നഗരമായ എഫ്രായിം മലയിലെ ഷെക്കേമും അതിന്റെ മേച്ചിൽ സ്ഥലവും, ഗേസറും അതിന്റെ മേച്ചിൽ സ്ഥലവും, കിബ്സയിമും അതിന്റെ മേച്ചിൽ സ്ഥലവും, ബെത്ഹൊറോനും അതിന്റെ മേച്ചിൽ സ്ഥലവും 4 പട്ടണങ്ങൾ. ദാൻ ഗോത്രത്തിൽ നിന്ന് എൽതെക്കയും അതിന്റെ മേച്ചിൽ സ്ഥലവും, ഗിബ്തോനും അതിന്റെ മേച്ചിൽ സ്ഥലവും, അയ്യാലോനും അതിന്റെ മേച്ചിൽ സ്ഥലവും, ഗദ്രിമോനും അതിന്റെ മേച്ചിൽ സ്ഥലവും 4 പട്ടണങ്ങൾ. മനാസയുടെ ഗോത്രപാതിയിൽ നിന്ന് താനാക്കും അതിന്റെ മേച്ചിൽ സ്ഥലവും, ഗദ്രിമോനും അതിന്റെ മേച്ചിൽ സ്ഥലവും 2 പട്ടണങ്ങൾ. അങ്ങനെ ശേഷിച്ച കെഹാത്ത് കുടുംബങ്ങൾക്ക് ആകെ 10 പട്ടണങ്ങളും അവയുടെ മേച്ചിൽ സ്ഥലങ്ങളും. ലേവായ കുടുംബങ്ങളിൽ നിന്നുള്ള
ഗർശോന്യർക്ക് മനാസയുടെ അർദ്ധഗോത്രത്തിൽ നിന്ന് കൊലയാളിക്കുള്ള സങ്കേത നഗരമായ ബാഷാനിലെ ഗോലാനും അതിൻ്റെ മേച്ചിൽ സ്ഥലവും, ബെർഷെറായും അതിൻ്റെ മേച്ചിൽ സ്ഥലവും 2 പട്ടണങ്ങൾ. ഇസാക്കർ ഗോത്രത്തിൽ നിന്ന് കിഷിയോനും അതിൻ്റെ മേച്ചിൽ സ്ഥലവും, ദാബ്രത്തും അതിൻ്റെ മേച്ചിൽ സ്ഥലവും, യർമുത്തും അതിൻ്റെ മേച്ചിൽ സ്ഥലവും, ഏൻഗന്നിമും അതിൻ്റെ മേച്ചിൽ സ്ഥലവും 4 പട്ടണങ്ങൾ. ആഷേർ ഗോത്രത്തിൽ നിന്ന് മിഷാലും അതിൻ്റെ മേച്ചിൽ സ്ഥലവും, അബ്ദോനും അതിൻ്റെ മേച്ചിൽ സ്ഥലവും, ഹെൽക്കത്തും അതിൻ്റെ മേച്ചിൽ സ്ഥലവും, റെഹോബും അതിൻ്റെ മേച്ചിൽ സ്ഥലവും 4 പട്ടണങ്ങൾ. നഫ്താലി ഗോത്രത്തിൽ നിന്ന് കൊലയാളിയുടെ സങ്കേത നഗരമായ ഗാലിലെ കെദേശും അതിൻ്റെ മേച്ചിൽ സ്ഥലവും, ഹമ്മോദ്ദോറും അതിൻ്റെ മേച്ചിൽ സ്ഥലവും, കർത്താനും അതിൻ്റെ മേച്ചിൽ സ്ഥലവും 3 പട്ടണങ്ങൾ. ഗർശോൻകാർക്ക് പട്ടണങ്ങൾ അവരുടെ കുടുംബങ്ങൾ അനുസരിച്ച് ആകെ 13 പട്ടണങ്ങളും അവയുടെ മേച്ചിൽ സ്ഥലങ്ങളുമായിരുന്നു. ശേഷിക്കുന്ന ലേവായരായ മെറാറിയ കുടുംബങ്ങൾക്ക് സെബുലോൺ ഗോത്രത്തിൽ നിന്ന് യൊക്നാമും അതിൻ്റെ മേച്ചിൽ സ്ഥലവും, കർത്തായും അതിൻ്റെ മേച്ചിൽ സ്ഥലവും, ദിമ്നായും അതിൻ്റെ മേച്ചിൽ സ്ഥലവും, നഹലാലും അതിൻ്റെ മേച്ചിൽ സ്ഥലവും 4 പട്ടണങ്ങൾ. റൂബൻ ഗോത്രത്തിൽ നിന്ന് ബേസറും അതിൻ്റെ മേച്ചിൽ സ്ഥലവും, യഹ്സായും അതിൻ്റെ മേച്ചിൽ സ്ഥലവും, കെദെമോത്തും അതിൻ്റെ മേച്ചിൽ സ്ഥലവും, മെഫാത്തും അതിൻ്റെ മേച്ചിൽ സ്ഥലവും 4 പട്ടണങ്ങൾ. ഗാദ് ഗോത്രത്തിൽ നിന്ന് കൊലയാളിയുടെ സങ്കേത നഗരമായ ഗിലെയാദിലെ റാമൂത്തും അതിൻ്റെ മേച്ചിൽ സ്ഥലവും, മഹനായും അതിൻ്റെ മേച്ചിൽ സ്ഥലവും, ഹെഷ്ബോണും അതിൻ്റെ മേച്ചിൽ സ്ഥലവും, യസേറും അതിൻ്റെ മേച്ചിൽ സ്ഥലവും 4 പട്ടണങ്ങൾ. ലേവായുടെ കുടുംബങ്ങളിൽ നിന്ന് ശേഷിക്കുന്ന മെറാര്യർക്കുള്ള ആകെ പട്ടണങ്ങൾ കുടുംബങ്ങൾ അനുസരിച്ച് അവരുടെ വിഹിതമായി 12 പട്ടണങ്ങളായിരുന്നു. ഇസ്രായേലരുടെ കൈവശ ഭൂമിയിൽ ലേവായുടെ പട്ടണങ്ങൾ ആകെ 48 പട്ടണങ്ങളും അവയുടെ മേച്ചിൽ സ്ഥലങ്ങളുമായിരുന്നു. ഈ പട്ടണങ്ങൾ ഓരോന്നിനും അതതിൻ്റെ ചുറ്റുമായി അതിൻ്റെതായ മേച്ചിൽ സ്ഥലങ്ങൾ ഉണ്ടായിരുന്നു. ഈ പട്ടണങ്ങളെല്ലാം അപ്രകാരം തന്നെയായിരുന്നു. ഇസ്രായേൽക്കാരുടെ പിതാക്കന്മാർക്ക് നൽകുമെന്ന് വാഗ്ദാനം ചെയ്യപ്പെട്ട ദേശം മുഴുവൻ കർത്താവ് അവർക്ക് നൽകി. അവർ അത് കൈവശമാക്കി അതിൽ നിവസിച്ചു. അവരുടെ പിതാക്കന്മാരുടെ വാഗ്ദാനം ചെയ്യപ്പെട്ടതെല്ലാം പോലെ കർത്താവ് അവർക്ക് ചുറ്റുപാടും നിന്ന് സ്വസ്ഥതയേകി. അവരുടെ സകല ശത്രുക്കളിൽ നിന്ന് ഒരാളും അവരുടെ മുൻപിൽ ചെറുത്തു നിന്നില്ല. എല്ലാ ശത്രുക്കളെയും കർത്താവ് അവരുടെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുത്തു. ഇസ്രായേൽ ഭവനത്തോട് കർത്താവ് അരുളി ചെയ്ത സർവ്വ സദ്വചനസ്സുകളിലും നിന്ന് ഒരു വാക്കും പാഴാകാതെ എല്ലാം നിറവേറി. ജോഷുവയുടെ പുസ്തകം 22-ാം അധ്യായം. പിന്നീട് ജോഷുവ റൂബൻകാരെയും ഗാദുകാരെയും മനാസയുടെ ഗോത്രപാതിയെയും വിളിച്ച് അവരോട് പറഞ്ഞു, കർത്താവിൻ്റെ ദാസനായ മോശ നിങ്ങളോട് കൽപ്പിച്ചതെല്ലാം നിങ്ങൾ പാലിച്ചു. ഞാൻ നിങ്ങളെ അനുശാസിച്ച എല്ലാ കാര്യത്തിലും എൻ്റെ സ്വരം നിങ്ങൾ ശ്രവിക്കുകയും ചെയ്തു. ദിനങ്ങൾ ഇത്രയേറിയിട്ടും ഇന്നുവരെ നിങ്ങളുടെ സഹോദരന്മാരെ നിങ്ങൾ ഉപേക്ഷിച്ചിട്ടില്ല. നിങ്ങളുടെ ദൈവമായ കർത്താവിൻ്റെ കൽപ്പനയുടെ പാലനത്തിൽ നിങ്ങൾ ജാഗരൂകരായിരുന്നു. നിങ്ങളുടെ ദൈവമായ കർത്താവ് നിങ്ങളുടെ സഹോദരന്മാരോട് അരുളി ചെയ്തിരുന്നതുപോലെ ഇപ്പോൾ അവിടുന്ന് അവർക്ക് സ്വസ്ഥതയേകിയിരിക്കുന്നു. ആകയാൽ നിങ്ങൾ തിരിഞ്ഞ് കർത്താവിൻ്റെ ദാസനായ മോശ ജോർദാൻ അക്കരെ നിങ്ങൾക്ക് കൈവശ വസ്തുവായി നൽകിയ ദേശത്ത് നിങ്ങളുടെ കൂടാരങ്ങളിലേക്ക് പോകുവിൻ. നിങ്ങളുടെ ദൈവമായ കർത്താവിനെ സ്നേഹിക്കാനും അവിടുത്തെ വഴികളിലെല്ലാം ചരിക്കാനും അവിടുത്തെ കൽപ്പനകൾ പാലിക്കാനും അവിടുത്തോട് ഒട്ടിനിൽക്കാനും നിങ്ങളുടെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും കൂടെ അവിടുത്തെ ശുശ്രൂഷിക്കാനുമായി കർത്താവിൻ്റെ ദാസനായ മോശ നിങ്ങളെ അനുശാസിച്ചിട്ടുള്ള കൽപ്പനയും നിയമവും നിർവഹിക്കുന്നതിന് നിങ്ങൾ ഏറെ ശ്രദ്ധിക്കണമെന്ന് മാത്രം. ജോഷുവ അവരെ അനുഗ്രഹിച്ചയച്ചു. അവർ തങ്ങളുടെ കൂടാരങ്ങളിലേക്ക് യാത്രയായി. മനാസയുടെ ഗോത്രത്തിൻ്റെ ഒരു പകുതിക്ക് മോശ ബാഷാനിൽ അവകാശം നൽകിയിരുന്നു.
അതിൻ്റെ മറ്റേ പകുതിക്കാകട്ടെ അവരുടെ സഹോദരന്മാർക്കൊപ്പം പടിഞ്ഞാറ് ജോർദാന്റെ ഇക്കരെ നിന്ന് ജോഷയും നൽകി. അവരെ ജോഷുവ അവരുടെ കൂടാരങ്ങളിലേക്ക് അയച്ചപ്പോൾ അവൻ അവരെ അനുഗ്രഹിക്കുക കൂടി ചെയ്തു. അവൻ അവരോട് ഇപ്രകാരം പറഞ്ഞു: വൻ സമ്പത്തോടെ വളരെയേറെ കന്നുകാലികളോടും വെള്ളി, സ്വർണം, പിച്ചള, ഇരുമ്പ് എന്നിവയോടും അതിവിപുലമായ വസ്ത്രശേഖരത്തോടും കൂടെ നിങ്ങൾ നിങ്ങളുടെ കൂടാരങ്ങളിലേക്ക് മടങ്ങുവിൻ. നിങ്ങളുടെ ശത്രുക്കളുടെ കൊള്ള മുതൽ നിങ്ങളുടെ സഹോദരന്മാരുമായി പങ്കുവയ്ക്കുവിൻ. അങ്ങനെ റൂബന്യരും ഗാദ്യരും മനാസയുടെ ഗോത്രപാതിയും കാനാൻ ദേശത്തുള്ള ശീലോയിൽ നിന്ന് ഗിലെയാദ് ദേശത്തേക്ക്, അതായത് മോശ വഴിയുള്ള കർത്തൃനിർദ്ദേശമനുസരിച്ച് പിടിച്ചെടുക്കപ്പെട്ട തങ്ങളുടെ കൈവശ ഭൂമിയിലേക്ക് എത്തുന്നതിന് ഇസ്രായേലിൽ നിന്ന് മടക്കയാത്രയായി. കാനാൻ ദേശത്തുള്ള ജോർദാന്റെ ഗലീലോത്തിൽ അവർ എത്തി. അപ്പോൾ റൂബന്യരും ഗാദ്യരും മനാസയുടെ ഗോത്രപാതിയും അവിടെ ജോർദാനോട് ചേർന്ന് ഒരു ബലിപീഠം, കാഴ്ചയ്ക്ക് ഒരു കൂറ്റൻ ബലിപീഠം നിർമ്മിച്ചു. ഇസ്രായേല്യർ ഇപ്രകാരം കേട്ടു: ഇതാ, റൂബന്യരും ഗാദ്യരും മനാസയുടെ ഗോത്രപാതിയും ഇസ്രായേല്യരുടെ മറുഭാഗത്തായി ജോർദാന്റെ ഗലീലോത്തിൽ കാനാൻ ദേശത്തിന്റെ മുമ്പിലായി ഒരു ബലിപീഠം നിർമ്മിച്ചിരിക്കുന്നു. ഇസ്രായേല്യർ അത് കേട്ടപ്പോൾ അവർക്കെതിരെ സൈന്യ നീക്കത്തിനായി കയറി ചെല്ലുന്നതിന് വേണ്ടി ഇസ്രായേല്യ സമൂഹം മുഴുവനും ഷീലോയിൽ സമ്മേളിച്ചു. ഇസ്രായേല്യർ ഗിലെയാദ് ദേശത്തേക്ക്, റൂബന്യരുടെ അടുത്തേക്കും ഗാദ്യരുടെ അടുത്തേക്കും മനാസയുടെ ഗോത്രപാതിയുടെ അടുത്തേക്കും പുരോഹിതനായ എലയാസറിന്റെ മകൻ ഫിനെഹാസിനെ അയച്ചു. അവനോടൊപ്പം ഇസ്രായേലിന്റെ ഓരോ ഗോത്രത്തിനും പിതൃഭവനത്തിന് ഒരു നേതാവിനെ വീതം 10 നേതാക്കന്മാരെയും. അവരിൽ ഓരോ ആളും ഇസ്രായേൽ സഹസ്രങ്ങൾക്ക് തങ്ങളുടെ പിതൃഭവനത്തിനുള്ള തലവനായിരുന്നു. അവർ ഗിലെയാദ് ദേശത്ത് റൂബന്യരുടെയും ഗാദ്യരുടെയും മനാസയുടെ ഗോത്രപാതിയുടെയും അടുത്തേക്ക് ചെന്ന് അവരുമായി സംസാരിച്ചത് ഇപ്രകാരമാണ്: കർത്താവിൻ്റെ സമൂഹം ഒന്നാകെ ഇങ്ങനെ പറയുന്നു: ഇസ്രായേലിന്റെ ദൈവത്തിനെതിരെ നിങ്ങൾ ഇന്ന് അവിശ്വസ്തരായിരിക്കും വിധമുള്ള ഈ വിശ്വാസഭ്രംശം എന്താണ്? ഇന്ന് നിങ്ങൾ കർത്താവിനോട് മറുതലിക്കുന്നതിന്, കർത്താവിൽ നിന്ന് പിന്തിരിയുന്നതിന് നിങ്ങൾക്കായി ഒരു ബലിപീഠം നിർമ്മിച്ചിരിക്കുകയാണല്ലോ. പെയോർ അതിക്രമം നമുക്ക് മതിയാകാതെ പോയോ? അതിൽ നിന്ന് നമ്മൾ ഇന്നുവരെ ശുദ്ധി നേടിയിട്ടില്ല. കർത്താവിൻ്റെ സമൂഹത്തിൽ മഹാമാരി ഉണ്ടായതുമാണ്. നിങ്ങൾ കർത്താവിനെ അനുഗമിക്കുന്നതിൽ നിന്ന് ഇന്ന് പിന്തിരിയുകയാണ്. ഇന്ന് നിങ്ങൾ കർത്താവിനോട് മറുതലിക്കുന്ന പക്ഷം നാളെ അവിടുന്ന് ഇസ്രായേൽ സമൂഹം മുഴുവനോടും കോപിക്കും. നിങ്ങളുടെ കൈവശ വസ്തുവായ നാട് അശുദ്ധമാണെന്നിരിക്കെ കർത്താവിൻ്റെ ആലയം സ്ഥിതി ചെയ്യുന്ന കർത്താവിൻ്റെ കൈവശ വസ്തുവായ ദേശത്ത് ഞങ്ങളുടെ ഇടയിൽ നിങ്ങൾ സ്ഥലം കൈവശപ്പെടുത്തുവിൻ. കർത്താവിനോട് നിങ്ങൾ മറുതലിക്കരുത്. നമ്മുടെ ദൈവമായ കർത്താവിൻ്റെ ബലിപീഠത്തിന് പുറമെ മറ്റൊരു ബലിപീഠം നിങ്ങൾക്കായി നിർമ്മിച്ചുകൊണ്ട് ഞങ്ങളോടും നിങ്ങൾ മത്സരിക്കരുത്. സേറാഹിന്റെ മകനായ ആഖാൻ നിഷിദ്ധ വസ്തു സംബന്ധിച്ച് അവിശ്വസ്തത കാണിക്കുകയും ഇസ്രായേൽ സമൂഹം മുഴുവൻ്റെയും മേൽ കോപമുണ്ടാക്കുകയും ചെയ്തില്ലേ? അവൻ്റെ തെറ്റുമൂലം അവനൊരുവൻ മാത്രമല്ലല്ലോ നാശമടഞ്ഞത്. റൂബന്യരും ഗാദ്യരും മനാസയുടെ ഗോത്രപാതിയും പ്രത്യുത്തരിച്ച് ഇസ്രായേൽ സഹസ്രങ്ങളുടെ തലവന്മാരുമായി സംസാരിച്ചു. കർത്താവാണ് ദേവന്മാരുടെ ദൈവം, കർത്താവാണ് ദേവന്മാരുടെ ദൈവം. അവിടുന്ന് അറിയുന്നവനാണ്, അവിടുന്ന് ഇസ്രായേലിനെ അറിയുന്നു. കർത്താവിനെതിരെയുള്ള മാത്സര്യം കൊണ്ടോ അവിശ്വസ്തത കൊണ്ടോ ആണെങ്കിൽ ഇന്ന് ഞങ്ങളെ വെറുതെ വിടരുത്. കർത്താവിനെ അനുഗമിക്കുന്നതിൽ നിന്ന് പിന്തിരിയാൻ ഞങ്ങൾക്കായി ഒരു ബലിപീഠം നിർമ്മിക്കുന്നതിനും അതിന്മേൽ ഹോമയാഗവും ധാന്യയാഗവും അർപ്പിക്കുന്നതിനുമാണെങ്കിൽ, അതിന്മേൽ സമാധാന ബലികൾ അർപ്പിക്കുന്നതിനാണെങ്കിൽ കർത്താവ് തന്നെ അത് പരിശോധിക്കട്ടെ. നേരെ മറിച്ച് ഇത് ഞങ്ങൾ ചെയ്തത് ഉത്കണ്ഠ നിമിത്തം താഴെ പറയുന്ന കാര്യം കൊണ്ടാണെങ്കിലോ, നാളെ
നിങ്ങളുടെ മക്കൾ ഞങ്ങളുടെ മക്കളോട് ഇപ്രകാരം പറയും, ഇസ്രായേലിന്റെ ദൈവമായ കർത്താവിനോട് നിങ്ങൾക്ക് എന്തു ബന്ധം? റൂബന്യരെ, ഗാദ്യരെ, ഞങ്ങൾക്കും നിങ്ങൾക്കുമിടയിൽ അതിർത്തിയായി കർത്താവ് ജോർദാൻ തന്നിരിക്കുന്നു. നിങ്ങൾക്ക് കർത്താവിൽ ഓഹരിയില്ല. എന്നിട്ട് ഞങ്ങളുടെ മക്കൾ കർത്താവിനെ ഭയപ്പെടാതിരിക്കും വിധം നിങ്ങളുടെ മക്കൾ അവരെ മുടക്കും. അതുകൊണ്ട് ഞങ്ങൾ പറഞ്ഞു, നമുക്കായി ഒരു ബലിപീഠം നിർമ്മിക്കാൻ ശ്രമിച്ചു നോക്കാം. ഹോമയാഗത്തിനല്ല, ബലിക്കുമല്ല. പ്രത്യുത ഞങ്ങൾക്കും നിങ്ങൾക്കും നമുക്ക് ശേഷം നമ്മുടെ തലമുറകൾക്കിടയിൽ ഞങ്ങളുടെ ഹോമയാഗങ്ങൾ വഴിയും ബലികൾ വഴിയും സമാധാന യാഗങ്ങൾ വഴിയും അവിടുത്തെ ശുശ്രൂഷ നിർവഹിക്കുന്നതിന് കർത്തൃസമക്ഷം അതൊരു സാക്ഷ്യമായിരിക്കും. അങ്ങനെ നാളെ നിങ്ങളുടെ മക്കൾ ഞങ്ങളുടെ മക്കളോട് നിങ്ങൾക്ക് കർത്താവിൽ ഓഹരിയില്ല എന്ന് പറയാതിരിക്കട്ടെ. അതുകൊണ്ട് ഞങ്ങൾ പറഞ്ഞു, നാളെ ഞങ്ങളോടോ ഞങ്ങളുടെ തലമുറകളോടോ അവർ ചോദിക്കുന്ന പക്ഷം ഞങ്ങൾ പറയും, ഞങ്ങളുടെ പിതാക്കന്മാർ ഉണ്ടാക്കിയ കർത്തൃബലിപീഠ സാദൃശ്യം ഹോമയാഗത്തിന് വേണ്ടിയോ ബലി അർപ്പണത്തിന് വേണ്ടിയോ ഉള്ളതായല്ല നിങ്ങൾ കാണേണ്ടത്, മറിച്ച് ഞങ്ങൾക്കും നിങ്ങൾക്കുമിടയിലുള്ള ഒരു സാക്ഷ്യമായാണ്. നമ്മുടെ ദൈവമായ കർത്താവിൻ്റെ ആലയത്തിന് മുമ്പിലുള്ള അവിടുത്തെ ബലിപീഠം കൂടാതെ ഹോമയാഗത്തിനോ ധാന്യയാഗത്തിനോ ബലിക്കോ വേണ്ടി ഒരു ബലിപീഠം നിർമ്മിക്കുക വഴി കർത്താവിനെതിരെ മത്സരിക്കാനോ അവിടുത്തെ അനുഗമിക്കുന്നതിൽ നിന്ന് പിന്തിരിയാനോ ഞങ്ങൾക്ക് ഇടവരാതിരിക്കട്ടെ. റൂബന്യരും ഗാദ്യരും മനാസ്യരും പറഞ്ഞ വാക്കുകൾ പുരോഹിതനായ ഫിനെഹാസും അവൻ്റെ കൂടെയുണ്ടായിരുന്ന സമൂഹ നേതാക്കന്മാരും ഇസ്രായേൽ സഹസ്രങ്ങളുടെ തലവന്മാരും കേട്ടു. അവരുടെ ദൃഷ്ടികളിൽ അത് നന്നായിരുന്നു. പുരോഹിതനായ എലയാസറിന്റെ മകൻ ഫിനെഹാസ് റൂബന്യരോടും ഗാദ്യരോടും മനാസ്യരോടും പറഞ്ഞു, കർത്താവ് നമ്മുടെ ഇടയിലുണ്ടെന്ന് ഇന്ന് ഞങ്ങൾ അറിയുന്നു. എന്തെന്നാൽ ഞങ്ങൾ കർത്താവിനോട് ഈ അവിശ്വസ്തത ചെയ്തില്ല. ഇപ്പോൾ നിങ്ങൾ ഇസ്രായേല്യരെ കർത്താവിൻ്റെ കയ്യിൽ നിന്ന് മോചിച്ചിരിക്കുന്നു. പുരോഹിതനായ എലയാസറിന്റെ മകൻ ഫിനെഹാസും നേതാക്കന്മാരും ഗിലെയാദ് ദേശത്ത് നിന്ന് റൂബന്യരുടെയും ഗാദ്യരുടെയും അടുക്കൽ നിന്ന് കാനാൻ ദേശത്ത് ഇസ്രായേലരുടെ പക്കൽ തിരിച്ചു വന്ന് അവർക്ക് വിവരം കൈമാറി. ഇസ്രായേലരുടെ ദൃഷ്ടികളിൽ ഇക്കാര്യം നന്നായിരുന്നു. ഇസ്രായേല്യർ ദൈവത്തെ വാഴ്ത്തി. റൂബന്യരും ഗാദ്യരും വസിക്കുന്ന നാട് നശിപ്പിക്കാൻ അവർക്കെതിരെ സൈന്യമായി കയറി ചെല്ലുന്നതിനെക്കുറിച്ച് അവർ പിന്നീട് മിണ്ടിയില്ല. റൂബന്യരും ഗാദ്യരും ബലിപീഠത്തെക്കുറിച്ച് വിളിച്ചു പറഞ്ഞു, കർത്താവാണ് ദൈവം എന്നതിന് നമ്മുടെ ഇടയിൽ ഇതാണ് സാക്ഷ്യം. സുഭാഷിതങ്ങൾ 8-ാം അധ്യായം. ജ്ഞാനമല്ലേ ഉദ്ഘോഷിക്കുന്നത്, വിവേകമല്ലേ തൻ്റെ സ്വരമുയർത്തുന്നത്. വഴിയോട് ചേർന്നുള്ള കയറ്റങ്ങളുടെ തുടക്കത്തിൽ പാതകളുടെ സംഗമസ്ഥാനത്ത് അവൾ നിലയുറപ്പിക്കുന്നു. നഗരമുഖത്തെ കവാടങ്ങളുടെ പാർശ്വത്തിൽ തുറന്ന വാതിലുകൾക്കരികെ അവൾ അട്ടഹസിക്കുന്നു. ഹേ പുരുഷന്മാരെ, ഞാൻ നിങ്ങളോടാണ് ഉദ്ഘോഷിക്കുന്നത്. എൻ്റെ സ്വരം മനുഷ്യമക്കളോടാണ്. സരളരെ, നിങ്ങൾ കൗശലം ഉൾക്കൊള്ളുവിൻ. ഭോഷരെ, നിങ്ങൾ പ്രബുദ്ധത ഉൾക്കൊള്ളുവിൻ. കേൾക്കുവിൻ, എന്തെന്നാൽ മഹനീയമായവയാണ് ഞാൻ സംസാരിക്കുന്നത്. എൻ്റെ അധരങ്ങളുടെ തുറവ് പരമാർത്ഥതയാണ്. എൻ്റെ കണ്ഠം ഉരുവിടുന്നത് തീർച്ചയായും സത്യമാണ്. തിന്മ എൻ്റെ അധരങ്ങൾക്ക് മ്ലേച്ഛതയാണ്. എൻ്റെ അധരമൊഴികളെല്ലാം നീതിപൂർവകമാണ്. വളച്ചൊടിച്ചതോ കുടിലമോ ആയി ഒന്നും അവയിൽ ഇല്ല. ഉൾക്കൊള്ളുന്നവന് അവയെല്ലാം ഋജുവാണ്. അറിവ് കണ്ടെത്തുന്നവർക്ക് നേരുള്ളവയും. വെള്ളിക്ക് പകരം എൻ്റെ ശിക്ഷണവും കാമ്യമായ കനകത്തേക്കാൾ അറിവും നിങ്ങൾ സ്വീകരിക്കുവിൻ. എന്തെന്നാൽ ജ്ഞാനം രത്നങ്ങളേക്കാൾ വിശിഷ്ടമാണ്. സന്തോഷങ്ങളൊന്നും അവളുമായി തുലനം ചെയ്യാനാവില്ല. ജ്ഞാനമായ ഞാൻ കൗശലം പാർപ്പിടമാക്കുന്നു. വിവേചന ശക്തിക്കായുള്ള അറിവ് ഞാൻ കണ്ടെത്തുന്നു. കർത്തൃഭയം തിന്മയോടുള്ള വിദ്വേഷമാണ്.
അഹംഭാവം, ഔദത്യം, ദുർമാർഗം, നികൃഷ്ടമായ അധരം എന്നിവ ഞാൻ വെറുക്കുന്നു. ഉപദേശവും കാര്യശേഷിയും എൻ്റേതാണ്. ഞാനാണ് ഉൾക്കാഴ്ച, ധൈര്യവും എൻ്റേതാണ്. എന്നെക്കൊണ്ടാണ് രാജാക്കന്മാർ ഭരിക്കുന്നത്, ഭരണകർത്താക്കൾ നീതി സ്ഥാപിക്കുന്നതും. ഞാൻ മുഖാന്തരം പ്രഭുക്കന്മാർ ഭരണം നടത്തുന്നു. നായകരായ നീതിയുടെ ന്യായാധിപരെല്ലാവരും. സ്നേഹിക്കുന്നവനെ സ്നേഹിക്കുന്നവളാണ് ഞാൻ. എന്നെ തേടുന്നവർ എന്നെ കണ്ടെത്തുന്നു. എൻ്റെ പക്കൽ സമ്പത്തും ബഹുമാനവും സ്ഥായിയായ സമൃദ്ധിയും നീതിനിഷ്ഠയുമുണ്ട്. എൻ്റെ ഫലം കനകത്തേക്കാളും തങ്കത്തേക്കാളും എൻ്റെ ഉൽപ്പന്നം തിരഞ്ഞെടുത്ത വെള്ളിയേക്കാളും വിശിഷ്ടമാണ്. ഞാൻ നീതിയുടെ മാർഗത്തിൽ നടക്കുന്നു, ന്യായത്തിൻ്റെ പാതകളിലും. അത് എൻ്റെ സ്നേഹിതർക്ക് അവകാശം നേടാനിടയാക്കുന്നതിനാണ്. ഞാൻ അവരുടെ ഭണ്ഡാരങ്ങൾ നിറയ്ക്കും. കർത്താവ് തൻ്റെ കർമ്മത്തിൻ്റെ ആരംഭമായി അന്നു മുതലുള്ള തൻ്റെ പ്രവൃത്തികൾക്ക് മുന്നേ തന്നെ എന്നെ സ്വന്തമാക്കിയിരുന്നു. നിത്യത മുതൽക്ക് ഭൂമിയുടെ പൂർവാവസ്ഥയുടെ ആരംഭം മുതൽ തന്നെ ഞാൻ രൂപപ്പെട്ടിരുന്നു. ആഴങ്ങൾ ഇല്ലാതിരുന്നപ്പോൾ തന്നെ, നീരുറവകൾ ജലനിബിഡമാകാതിരുന്നപ്പോൾ തന്നെ ഞാൻ ഉരുവാക്കപ്പെട്ടിരുന്നു. പർവ്വതങ്ങൾ അടിയുറപ്പിക്കപ്പെടും മുൻപ്, കുന്നുകൾക്കും മുൻപ് ഞാൻ ഉരുവാക്കപ്പെട്ടിരുന്നു. ഭൂമിയോ വയലുകളോ ലോകത്തിൻ്റെ ആദ്യ പൂഴിത്തരികളോ അവിടുന്ന് സൃഷ്ടിക്കാതിരുന്ന സമയത്ത്, ആകാശങ്ങൾ അവിടുന്ന് സ്ഥാപിക്കുമ്പോൾ ഞാൻ അവിടെ ഉണ്ടായിരുന്നു. ആഴങ്ങളുടെ മുഖത്ത് ആകാശത്തട്ട് അവിടുന്ന് രൂപകൽപ്പന ചെയ്തപ്പോൾ, മുകളിൽ ആകാശവിധാനം അവിടുന്ന് ഉറപ്പിച്ചപ്പോൾ, ആഴത്തിൻ്റെ ഉറവകൾ ശക്തിപ്പെടുത്തിയപ്പോൾ, ജലം അതിര് കടക്കാതിരിക്കാൻ വേണ്ടി സമുദ്രത്തിന് അവിടുന്ന് പരിധി നിർണയിച്ചപ്പോൾ, അവിടുന്ന് ഭൂമിയുടെ അടിസ്ഥാനങ്ങൾ സ്ഥാപിച്ചപ്പോൾ, ഒരു വിദഗ്ധ ശില്പിയായി ഞാൻ അവിടുത്തെ അരികിലുണ്ടായിരുന്നു. ആമോദമായി അനുദിനം അവിടുത്തെ മുൻപിൽ എല്ലാ നേരത്തും കളിച്ചിരിയുമായി ഞാനുണ്ടായിരുന്നു. അവിടുത്തെ ഭൂലോകത്തിൽ ഞാൻ കളിച്ചിരിയുള്ളവളും മനുഷ്യമക്കളോടൊത്ത് ആമോദിക്കുന്നവളുമായിരുന്നു. ആകയാൽ മക്കളെ, നിങ്ങൾ ഇപ്പോൾ എന്നെ കേൾക്കുവിൻ. എൻ്റെ വഴികൾ കാത്തു സൂക്ഷിക്കുന്നവർ ഭാഗ്യവാന്മാർ. ശിക്ഷണം കേട്ട് ജ്ഞാനികളാകുവിൻ, അത് തള്ളിക്കളയരുത്. അനുദിനം എൻ്റെ വാതിൽ പാളികളോട് ചേർന്ന് ഉണർന്നിരിക്കാൻ, എൻ്റെ വാതിൽ പടികൾ കാക്കാൻ എന്നെ കേൾക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. എന്തെന്നാൽ എന്നെ കണ്ടെത്തുന്നവൻ ജീവൻ കണ്ടെത്തുന്നു. അവൻ കർത്താവിൽ നിന്ന് സംപ്രീതി സമ്പാദിക്കുന്നു. എന്നാൽ എന്നിൽ നിന്ന് വ്യതിചലിക്കുന്നവൻ സ്വയം ആക്രമിക്കുന്നു. എന്നെ വെറുക്കുന്നവരെല്ലാം മരണത്തെയാണ് സ്നേഹിക്കുന്നത്. വിശുദ്ധ ലൂക്ക എഴുതിയ സുവിശേഷം 12-ാം അധ്യായം 49 മുതൽ 59 വരെയുള്ള തിരുവചനങ്ങൾ. ഭൂമിയിൽ തീയിടാനാണ് ഞാൻ വന്നത്. അത് ഇതിനകം കത്തിയെരിഞ്ഞെങ്കിൽ എനിക്കൊരു സ്നാനമേൽക്കാനുണ്ട്. അത് നിവൃത്തിയാകുവോളം ഞാൻ എത്ര ഞെരുങ്ങുന്നു. ഭൂമിയിൽ സമാധാനം നൽകാനാണ് ഞാൻ വന്നിരിക്കുന്നതെന്ന് നിങ്ങൾ വിചാരിക്കുന്നുവോ? അല്ല, ഭിന്നത എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. എന്തെന്നാൽ ഭിന്നിച്ചിരിക്കുന്ന 5 പേർ ഇനിമേൽ ഒരു വീട്ടിലുണ്ടായിരിക്കും. 3 പേർ 2 പേർക്കെതിരായും 2 പേർ 3 പേർക്കെതിരായും, പിതാവ് പുത്രനും പുത്രൻ പിതാവിനുമെതിരായും, അമ്മ മകൾക്കും മകൾ അമ്മയ്ക്കുമെതിരായും, അമ്മായിയമ്മ മരുമകൾക്കും മരുമകൾ അമ്മായിയമ്മയ്ക്കും എതിരായും ഭിന്നിക്കും. അവൻ ജനക്കൂട്ടത്തോട് പറഞ്ഞു, പടിഞ്ഞാറ് മേഘം ഉയരുന്നത് കണ്ടാൽ മഴ വരുന്നു എന്ന് ഉടനെ നിങ്ങൾ പറയുന്നു. അങ്ങനെ സംഭവിക്കുകയും ചെയ്യുന്നു. തെക്കൻ കാറ്റടിക്കുമ്പോൾ അത്യുഷ്ണമായിരിക്കും എന്ന് നിങ്ങൾ പറയുന്നു. അത് സംഭവിക്കുന്നു. കപടനാട്യക്കാരെ, ഭൂമിയുടെയും ആകാശത്തിൻ്റെയും ഭാവം വ്യാഖ്യാനിക്കാൻ നിങ്ങൾക്കറിയാം. എന്നാൽ ഈ കാലത്തെ വ്യാഖ്യാനിക്കാൻ നിങ്ങൾക്ക് അറിയാത്തതെങ്ങനെ? എന്തുകൊണ്ട് നിങ്ങൾ നീതിപൂർവം വിധിക്കുന്നില്ല? നീ നിന്റെ എതിരാളിയോട് കൂടെ അധികാരിയുടെ അടുത്തേക്ക് പോകുമ്പോൾ
വഴിയിൽ വച്ച് തന്നെ അയാളുമായി ഒത്തുതീർപ്പിലെത്താൻ ശ്രമം നടത്തുക. അല്ലെങ്കിൽ അയാൾ നിന്നെ ന്യായാധിപന്റെ അടുക്കലേക്ക് വലിച്ചിഴയ്ക്കുകയും ന്യായാധിപൻ നിന്നെ പാറാവുകാരനെ ഏൽപ്പിക്കുകയും പാറാവുകാരൻ നിന്നെ തടവിലിടുകയും ചെയ്യും. ഞാൻ നിന്നോട് പറയുന്നു, അവസാനത്തെ തുട്ടുവരെ കൊടുത്തുവിട്ടാതെ നീ അവിടെ നിന്ന് പുറത്തു വരികയില്ല. ദൈവവചനമേ, നിത്യജീവന്റെ ആധാരമേ, രക്ഷയേകിടും സത്യമാർഗമേ, എന്റെ ആത്മാവിനാശ്വാസം.